الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين واعبد ربك حتى يأتيك اليقين صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയന്നുകൊണ്ടും അവനെ സൂക്ഷിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യ സമൂഹത്തിലേക്ക് അള്ളാഹുവിൻ്റെ ഹിദായത്തുമായി വന്ന എല്ലാ പ്രവാചകന്മാരും എല്ലാ കാലഘട്ടങ്ങളിലും രൂക്ഷമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ എതിർപ്പുകൾ, അവയുടെ സ്വഭാവം നാം പരിശോധിച്ചാൽ തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ പ്രവാചകന്റെ വ്യക്തിത്വത്തെയും സത്യവിശ്വാസികളെയും താറടിക്കാനുള്ള ശ്രമങ്ങളാണ് ഏറ്റവും ശക്തിയായ രീതിയിൽ എല്ലാ കാലഘട്ടങ്ങളിലും തുടങ്ങിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ മഹാനായ പ്രവാചകനെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിസ്സാരനും അസത്യവാദിയും കള്ളവാദിയും താൽപര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവനും എന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ വ്യക്തിത്വത്തിന് പോറലേൽപ്പിക്കുക, അദ്ദേഹത്തോടുള്ള മതിപ്പ് കുറക്കുക, സമൂഹത്തിന്റെ മധ്യത്തിൽ ഒരു പരിഹാസപാത്രമാക്കി അദ്ദേഹത്തെ ചിത്രീകരിക്കുക, ഇതാണ് മിക്കവാറും പ്രവാചകന്മാരോട് ജനസമൂഹങ്ങൾ സ്വീകരിച്ച നിലപാട് എന്ന് പരിശുദ്ധ ഖുർആൻ അവരുടെ ചരിത്രം വിശദീകരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മക്കയിലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം തിരുമേനിയുടെ ചരിത്രം പരിശോധിച്ചാലും ഇതുതന്നെയാണ് സംഭവങ്ങൾ തുടങ്ങിയത്, സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെല്ലാം സ്വീകാര്യനായ സുസമ്മതനായ ഒരു വ്യക്തിയായിരുന്നു. നബിയെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു എതിരഭിപ്രായവും അതുപോലെ തന്നെ തിരുമേനിയുടെ ജീവിതത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കറ ചൂണ്ടിക്കാണിക്കാനും ഇല്ലായിരുന്നു എന്നതും ചരിത്ര സത്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാം കൊണ്ടും വ്യക്തിത്വം സമ്പൂർണമായ ഒരാളായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനുമായി തിരുമേനി അവരുടെ മുന്നിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ, തൗഹീദിലേക്ക് അവരെ ക്ഷണിച്ചപ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ എന്ന രീതിയിൽ തന്നെ അംഗീകരിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യണം എന്നവരോട് പറഞ്ഞപ്പോൾ, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ അനന്തരഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും, അങ്ങനെ ഒരു പാരത്രിക ജീവിതമുണ്ട്, ആ പരലോക ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം, ഇവിടെ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അതിന്റെ ഫലമായിരിക്കും പരലോകത്ത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞപ്പോൾ, ഈ സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിൽ നിന്നാണ്
ആ ജനത പിന്മാറിയതും അപ്പോഴാണ് അവരുടെ എതിർപ്പുകൾ ആരംഭിച്ചതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ എതിർപ്പുകൾ തുടങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. ആരോപണങ്ങൾ പലതും അവർ കെട്ടിച്ചമക്കാൻ തുടങ്ങി. ഇതിപ്പോൾ വലിയ ഒരു ശല്യമാണല്ലോ. ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ അത് തങ്ങൾ ഇന്ന് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന പലതിനും കോട്ടം ഏൽപ്പിക്കും, പോറലേൽപ്പിക്കും. തങ്ങളുടെ വിശ്വാസാചാരങ്ങളെ ചോദ്യം ചെയ്യുന്നു, നേതൃത്വത്തെ ധിക്കരിക്കുന്നു, ഞങ്ങളുടേതായ താൽപര്യങ്ങൾ, ഭൗതികമായ സൗകര്യങ്ങൾ അതൊക്കെ ഇല്ലാതെയാകുന്നു. നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥയിലും അതുപോലെ തന്നെ നിലവിലുള്ള ഭൗതികമായ അന്തരീക്ഷത്തിലും ഞങ്ങളുടെ മേധാവിത്വം ഇല്ലാതെയാകുന്നു. ഇതിനെ നേരിടുക എന്നുള്ളതാണ് ആ ജനത സ്വീകരിച്ച നിലപാട്. അപ്പോൾ അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, ധിക്കരിക്കേണ്ടതുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ വിഘാതങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. എന്ത് നിലപാടാണ് ഇതിനെ സ്വീകരിക്കുക എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ഓരോ തവണയും പുതിയ പുതിയ കാര്യങ്ങളുമായി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവരുടെ ബുദ്ധിയോടും അവരുടെ വിവേകത്തോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംവദിക്കുമ്പോൾ സമൂഹത്തിലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തിന് സ്വീകാര്യത കൂടി വരുമ്പോൾ അത് മനുഷ്യബുദ്ധിയെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് ബുദ്ധിയും തന്റേടവും വിവേകവുമുള്ള ആളുകൾ അതിൽ ആകൃഷ്ടരാകും എന്ന് കാണുമ്പോൾ ഇതിനെല്ലാം ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത് എന്ന് അവർ ആലോചിക്കുന്നു. യോഗങ്ങൾ കൂടുന്നു. അവരുടെ നേതാക്കന്മാരും യോഗ്യന്മാരും അവർക്കിടയിൽ അറിവുകൊണ്ടും വിവരം കൊണ്ടുമൊക്കെ മികച്ചു നിൽക്കുന്നവരും തന്ത്രശാലികളുമായ ആളുകൾ അവരെയെല്ലാം ഒരുമിച്ചു കൂട്ടി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നു. അങ്ങനെയാണ് പല രീതിയിലും അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദിനെ നമ്മൾ എങ്ങനെ അവതരിപ്പിക്കണം, ഏത് രൂപത്തിലാണ് മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ചിറ കെട്ടേണ്ടത്, എങ്ങനെയാണ് സമൂഹത്തിൽ മുഹമ്മദിന്റെ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നതിനെ നാം തടയിടേണ്ടത്, ഇതൊക്കെ അവർ കൂടിയിരുന്ന് ആലോചിക്കുകയും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദ് അവന് ഒരു കവിയാണ് എന്ന് നമുക്ക് പ്രചരിപ്പിക്കാം. കവികൾ ഇങ്ങനെ പലതരത്തിലുള്ള മനോഹരമായ പദാവലികൾ പറയുന്നവരാണ്, നല്ല നല്ല വാചകങ്ങൾ പറയുന്നവരാണ്. മുഹമ്മദിന്റെ വാക്കുകൾ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഖുർആൻ ദൈവീക സന്ദേശം എന്ന് പറയുന്ന അതിനൊരു മാധുര്യമുണ്ട്. അപ്പോൾ അത് ഈ രീതിയിലുള്ള കവിവാക്കുകളാണ് എന്ന് നമുക്ക് അതിനെ സംബന്ധിച്ച് പ്രചാരം നടത്താം. അങ്ങനെ മുഹമ്മദിനെ നമുക്കൊരു കവിയായിട്ട് അവതരിപ്പിക്കാം. ഒരു ചിന്ത അങ്ങനെയാണ് വരുന്നത്. വേറെ ചിലർ പറയുന്നു മുഹമ്മദ് ഒരു ജ്യോത്സ്യനായിട്ട് നമുക്ക് അവതരിപ്പിക്കാം. ജ്യോത്സ്യന്മാരായ ആളുകൾ ചില പല പ്രവചനങ്ങളും നടത്തും. പല കാര്യങ്ങളെ സംബന്ധിച്ചും അവർക്ക് പ്രത്യേകമായ വിവരമുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അവർക്ക് പൈശാചികമായ രീതിയിലുള്ള ചില അറിവുകൾ പ്രത്യേകമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മുഹമ്മദ്. അങ്ങനെ ഒരു കാഹിൻ, ജ്യോത്സ്യനാണ് എന്ന രീതിയിൽ പ്രചാരവേല നടത്താം. അതൊരഭിപ്രായമാണ്. വേറെ ചിലർ പറയും മുഹമ്മദിനെ നമുക്കൊരു ഭ്രാന്തനായിട്ട് അവതരിപ്പിക്കാം. അവനെന്തോ ഇതുവരെ നല്ല ആളായിരുന്നുവെങ്കിലും, ഇതുവരെ നല്ല ഉയർന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നുവെങ്കിലും ഇപ്പോൾ അവനെന്തോ ബുദ്ധിപരമായ ഭ്രംശം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ രൂപത്തിൽ മുഹമ്മദിനെ നമുക്ക് സമൂഹത്തിൽ ചിത്രീകരിക്കാം. ഇങ്ങനെ പല രൂപത്തിലും അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രൂപത്തിലുള്ള പ്രചാരവേലകൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയും
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും തിരുമേനിയിൽ വിശ്വസിക്കുന്ന ആളുകളെയും ഒക്കെ ദ്രോഹിക്കുകയും പല രൂപത്തിലും അവരുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ആദ്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. പ്രബോധനം രഹസ്യമാക്കിയാൽ മതി, പരസ്യമായി എല്ലാവരോടും പറയുകയും എല്ലാവരുടെയും എതിർപ്പുകൾ ഒറ്റയ്ക്ക് ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു നിലപാട് ആദ്യം തന്നെ സ്വീകരിക്കേണ്ട. വളരെ അടുത്തവരും സുഹൃത്തുക്കളും പറഞ്ഞാൽ അപകടമില്ല എന്ന് തോന്നുന്നവരും അതുപോലെ കുടുംബത്തിൽ പെട്ടവരും തന്റെ അഭ്യുദയകാംക്ഷികളും ഇങ്ങനെയൊക്കെയുള്ള ആളുകളോട് ആദ്യം ഈ കാര്യങ്ങൾ പറയുകയും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവരതിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ മതി എന്നായിരുന്നു ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച നിർദ്ദേശം. പക്ഷെ പിന്നീട് 2-3 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് ക്രമേണ രഹസ്യമല്ലാതെയായിട്ട് മാറുമല്ലോ. കുറെ ആളുകളുടെ ഇടയിലേക്ക് അത് പ്രചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്കും ഇങ്ങനെ നാട്ടിൽ ഒരു സംസാര വിഷയമാവുകയും ഇനി അതുകൊണ്ട് എന്തൊരു ഉദ്ദേശമാണോ ഉണ്ടായിരുന്നത് ആ കാര്യം മേലിൽ നടക്കുകയില്ല എന്ന ഒരു ഘട്ടം വരികയും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഫസ്ദഅ ബിമാ തുഅ്മർ വഅരിദ് അനിൽ മുശ്രിക്കീൻ. ഫസ്ദഅ ബിമാ തുഅ്മർ, നിന്നോട് എന്താണോ കൽപ്പിക്കപ്പെടുന്നത്, നിനക്ക് എന്തൊരു നിർദ്ദേശമാണോ ലഭിക്കുന്നത് അത് പരസ്യപ്പെടുത്തുക, വിളംബരം ചെയ്യുക, പ്രഖ്യാപിക്കുക, എല്ലാവരും അറിയട്ടെ, രഹസ്യമാക്കി വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനെതിരായിട്ട് എതിരാളികൾ നടത്തുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നീ അത് പരിഗണിക്കേണ്ടതില്ല. വഅരിദ് അനിൽ മുശ്രിക്കീൻ, ഇത്തരത്തിലുള്ള ശിർക്കിന്റെ ആളുകളും ബഹുദൈവ വിശ്വാസികളും ഇസ്ലാമിക വിരുദ്ധ ശക്തികളുമൊക്കെ അവരെ നീ അവഗണിക്കുക, നീ നിന്റെ പ്രവർത്തനവും ദൗത്യവുമായി മുന്നോട്ട് പോവുക എന്ന നിർദ്ദേശമാണ് പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നത്. ഈ പരസ്യ പ്രബോധനം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അതുവഴി അതിന്റെ മുറപ്രകാരം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, അവരെ അതിലേക്ക് ക്ഷണിക്കുക, അത് ഇന്നതാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ ഒറ്റയായും കൂട്ടായും നേതാക്കന്മാരെ കണ്ടുകൊണ്ടും സാധാരണക്കാരെ കണ്ടുകൊണ്ടും എല്ലാ തലങ്ങളിലുമുള്ള പ്രബോധന പ്രവർത്തനങ്ങളുമായിട്ടാണ് പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ പോകുമ്പോഴാണ് എതിർപ്പുകൾ ശക്തിപ്പെടുന്നത്. ആ എതിർപ്പുകളുടെ സ്വഭാവമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. ആ സന്ദർഭത്തിൽ അവരൊക്കെ ചെയ്യുന്നത് ഈ രീതിയിലുള്ള പ്രചാരവേലകൾ നടത്തി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് ചെന്നെത്തുന്നതിനെ തടയുകയും അതൊരു ഭീഷണിയായിട്ട് ഉയരുന്നതിന് അത് തൽക്കാലം ശമനമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇത് വളരെ ശക്തിപ്പെടുമ്പോഴാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ ഒരു മാനസികമായ പ്രയാസമുണ്ടാകുന്നത്. അതിനെ സംബന്ധിച്ചാണ് നേരത്തെ ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ച ആയത്തിൽ സൂചിപ്പിക്കുന്നത്. വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ. അവർ പറയുന്ന പ്രചാരവേല കാരണത്താൽ താങ്കളുടെ മനസ്സ് അസ്വസ്ഥപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, താങ്കൾക്കത് മനപ്രയാസമുണ്ടാക്കുന്നുണ്ട്. മനപ്രയാസമുണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ ഒരു പ്രയോഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും തെറ്റായ പ്രചാരവേലകൾ നടത്തുകയും തികച്ചും വിപരീതമായ രീതിയിലുള്ള ഒരു വീക്ഷണം അല്ലെങ്കിൽ ഒരു സങ്കല്പം ഒരു വ്യക്തിയെ സംബന്ധിച്ച് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അതിനെ തടുക്കാനോ പ്രതിരോധിക്കാനോ ശക്തമായ മാർഗങ്ങളില്ലല്ലോ എന്ന് കാണുകയും തന്റെ ഭാഗം ദുർബലമായി തീരുന്നത് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യന്
മാനസികമായ പ്രയാസവും അസ്വാസ്ഥ്യവും അനുഭവപ്പെടുക. ഇവിടെ അതാണ് സംഭവിക്കുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായി ഖുറൈശികളിലെ പ്രമാണിമാരെല്ലാവരും യോജിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അവരുടെ ബുദ്ധിജീവികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്. നമ്മുടെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ സാംസ്കാരിക നായകന്മാർ, കവികൾ. ആ കവികളായ ആളുകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ നേതൃത്വം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗോത്ര നേതാക്കന്മാരുണ്ട്. സമൂഹത്തിൽ സ്ഥാനവും മാനവും പദവിയുമുള്ള വിഭാഗങ്ങളുണ്ട്. സമ്പന്നന്മാരായ ആളുകളുണ്ട്. ഇങ്ങനെ എല്ലാവരും അണിനിരന്നുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരായിട്ടുള്ള ഉപജാപം നടത്തിക്കൊണ്ടിരിക്കുകയും തിരുമേനിയെ നേരിടാൻ വേണ്ടിയിട്ട് കള്ളപ്രചാര വേലകൾ അയച്ചുവിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇതിനെ നേരിടാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്താണ് വഴി, എന്താണ് ശക്തി, എന്താണ് തിരുമേനിയുടെ കയ്യിലുള്ളത്? തത്തുല്യമായ ഒരു ശക്തിയും ഒരു പിന്തുണയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ സാഹചര്യത്തിലില്ല. അവരെപ്പോലെ ഉരുളക്ക് ഉപ്പേരി കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ സമാന്തരമായ ഒരു പ്രചാരവേല അയച്ചുവിടുന്നതിനോ അല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവരെ പ്രതിരോധിക്കുന്നതിനോ അങ്ങനെയുള്ള ഒരു കഴിവും യോഗ്യതയും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ഒരു വശത്തുള്ളത്. തിരുമേനിയിൽ വിശ്വസിച്ചിരിക്കുന്ന വളരെ പരിമിതമായ ആളുകൾ എന്ന് പറയുന്നവരാകട്ടെ അവർ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുമാണ്. സ്വന്തമായി തന്നെ ഒന്നും തന്നെ ഇല്ലാത്ത മറ്റുള്ളവരുടെ അടിമകളായിക്കൊണ്ട് ജീവിക്കുന്നവരോ അല്ലെങ്കിൽ അവരെ ആശ്രയിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവരോ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സാഹചര്യത്തിൽ എങ്ങനെ ഇവരെ നേരിടും? തന്റെ ഈ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികളെല്ലാം തന്നെ അടഞ്ഞു വരികയാണല്ലോ. ഇനി ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇതിനൊരു വഴി കാണുന്നില്ലല്ലോ എന്ന ആ മനപ്രയാസം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാതെ അനുഭവപ്പെടുമായിരുന്നു. മാത്രമല്ല അവര് ചില ആളുകള് വന്നുകൊണ്ട് നബിയോട് സംസാരിക്കുന്ന അതിന്റെ രീതിയുമൊക്കെ കണ്ടാൽ അതല്ലാതെ ഇനി വേറെ മാർഗമില്ല എന്ന് തോന്നുകയും ചെയ്യും. ചിലപ്പോൾ അവർ പറയും, ഞങ്ങളുടെ ദൈവങ്ങളെയൊക്കെ ഇങ്ങനെ വല്ലാതെ വിമർശിച്ചുകൊണ്ടുള്ള നിന്റെ ഈ സംസാരങ്ങളും വാക്കുകളുമൊക്കെ തൽക്കാലം നിർത്തണം. അങ്ങനെ കുറച്ച് ഒരു സമാധാനത്തോടുകൂടി അല്ലെങ്കിൽ ഞങ്ങളെയും കൂടി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, അതാണ് നീ ചെയ്യുന്നത് എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്താമെന്ന് പറയും. അപ്പൊ ഞങ്ങളുടെ ദൈവങ്ങളെ പരാമർശിക്കുന്നത്, ഞങ്ങളുടെ ബിംബാരാധനയെയും ഞങ്ങളുടെ ശിർക്കിനെയും ഞങ്ങളുടെ കുഫറിനെയും ഒക്കെ വിമർശിക്കുന്നത്, അതൊക്കെ തൽക്കാലം ഒന്ന് നിർത്തുകയും ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം പോലെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യണം എന്നവര് ആവശ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇനി കുറച്ചു കാലം അങ്ങനെയൊക്കെ ചില നിലപാട് സ്വീകരിക്കാതെ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും. അതാണല്ലോ പരിശുദ്ധ ഖുർആൻ, ലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ഷൈഅൻ ഖലീല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നീ അവരിലേക്ക് അല്പം ചാഞ്ഞു പോകുമായിരുന്നു. ലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ഷൈഅൻ ഖലീല. അപ്പോ അത്രയുമേറെ പ്രതികൂലമാണ് അന്തരീക്ഷം എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ അവർ പറയും, നിന്റെ കൂടെ വിശ്വസിച്ചുകൊണ്ട് നിന്നോടൊപ്പം നടക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തില് ആരുമല്ല, ഞങ്ങളുടെ ഒരു ആദരവോ ഒരു ബഹുമാനമോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു പരിഗണനയോ ഒന്നുമുള്ള ആളുകളല്ല നിന്നിൽ വിശ്വസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഞങ്ങളെ ഒന്ന് പ്രത്യേകമായി പരിഗണിക്കുന്ന ഒരു രീതി സ്വീകരിക്കുകയാണ് എങ്കിൽ ഞങ്ങൾ നിന്റെ കാര്യത്തിൽ ഒരു പുനരാലോചന നടത്താം, ഇങ്ങനെയൊക്കെ അവർ പറയുമായിരുന്നു. അപ്പോൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ആളുകളെയൊക്കെ ഇങ്ങനെ കിട്ടി, കുറച്ച് പേര് വന്ന് അവരുടെ ഒരു സപ്പോർട്ടൊക്കെ കിട്ടാതെ കണ്ട് ഇനി ഇതുമായി മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് ഖുറൈശി പ്രമാണിമാരായ ആളുകളോട് സംസാരിക്കുന്ന കൂട്ടത്തില് അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന ഒരു സഹാബി വന്നുകൊണ്ട് എന്റെ ഇടക്ക് കയറിക്കൊണ്ട് എന്തൊക്കെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചപ്പോൾ നബി അത് ഒരു
ചെറിയ ഒരു അവഗണന അദ്ദേഹത്തിന് ഉണ്ടായോ എന്നൊരു സംശയം. അതാണല്ലോ അബസോത്തവല്ല അൻജാഹുൽ അഅ്മ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾ അവതരിച്ച സൂറത്ത് അവതരിച്ച പശ്ചാത്തലം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എതിർപ്പുകളുടെ കൂരമ്പുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ആഞ്ഞു വരുന്ന, ഇസ്ലാമിനെ അതിന്റെ മുളയിൽ തന്നെ നുള്ളിക്കളയാൻ വേണ്ടി വരുന്ന പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടപ്പോൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കനത്ത മനപ്രയാസം അനുഭവപ്പെടുകയുണ്ടായി. ഇതിനുള്ള പരിഹാരമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഇത് നീ നിസ്കാര്യമാക്കേണ്ടതില്ല. ഈ സാഹചര്യങ്ങളെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രതികൂലാവസ്ഥയെയും ഒന്നും തന്നെ നീ അത്ര ഗൗരവത്തിലെടുത്തുകൊണ്ട് അത് നിന്റെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ തന്നെ കൂമ്പ് മുറിച്ചു കളയുന്നതാണ് എന്ന രീതിയിൽ നീ ചിന്തിക്കേണ്ടതില്ല. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ ഹംദ് അവനെ പ്രകീർത്തിച്ചുകൊണ്ടും അവനെ സ്തുതികീർത്തനം നടത്തിക്കൊണ്ടും നീ മുന്നേറുക. അതുപോലെ വകും മിനസ് സാജിദീൻ, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സുജൂദ് ചെയ്യുന്ന, അവന് സാഷ്ടാംഗം നമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിന്റെ മരണം വരെ നിന്റെ രക്ഷിതാവിന് കീഴ്പ്പെട്ടുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് നീ ജീവിക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുക, അവനോട് പ്രാർത്ഥിക്കുക, അവൻ പറയുന്നത് കേൾക്കുക, അവന്റെ വിനീതനായ ഒരു ദാസനായിക്കൊണ്ട് നീ നിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. ഇതാണ് ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള മാർഗം എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ പറഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് ഈ ആയത്തുകളിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട മഹത്തായ ചില പാഠങ്ങളുണ്ട്. പൊതുവെ ഈ മുസ്ലിം സമൂഹത്തിന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അവരുടെ ആസൂത്രണങ്ങൾ, അവരുടെ ദൃഷ്ടിയിലുള്ള ബലാബലങ്ങൾ, അവരുടെ ഭൗതികമായിട്ടുള്ള വിലയിരുത്തലുകൾ, അതാണ്, അത് പ്രകാരമാണ് കാര്യങ്ങളൊക്കെ നടക്കുക എന്ന്. പ്രത്യേകിച്ചും രാഷ്ട്രീയ തലത്തിൽ, ഭരണതലത്തിലുമൊക്കെ പല രാജ്യങ്ങളും കൊണ്ടു നടക്കുന്ന മുസ്ലിമീങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് എത്രയോ ഉണ്ട്. 50-ലേറെ രാഷ്ട്രങ്ങൾ മുസ്ലിം രാഷ്ട്രങ്ങളായിട്ടുണ്ട്. ആ മുസ്ലിം രാഷ്ട്രങ്ങളുടെ തലവന്മാരെയും ഭരണാധികാരികളെയും ഒക്കെ നമ്മൾ എടുത്ത് ചിന്തിച്ചാൽ അവരെയും അതുപോലെ പൊതുവെ മുസ്ലിം സമൂഹത്തെ മൊത്തത്തിലും എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ ബാധിച്ച ഒരു രോഗമാണ്. നമ്മൾ ദുർബലരാണ്, നമ്മൾ അശക്തരാണ്, നമുക്ക് നിലവിലുള്ള സാഹചര്യങ്ങളിൽ ഒന്നും ചെയ്യാൻ തന്നെ സാധ്യമല്ല. ലോകം മുഴുവൻ തന്നെ നമുക്കെതിരായിട്ടുള്ള ഉപജാപങ്ങളിലും ഗൂഢാലോചനകളിലും മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി മുന്നോട്ട് പോവാൻ രക്ഷയില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ കീഴ്പ്പെട്ടുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും അത് ഒരു യാഥാർത്ഥ്യമായി സ്വീകരിച്ചുകൊണ്ടും മാത്രമേ മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു വിശ്വാസം. അവരുടെ ദൃഷ്ടിയിൽ ബലാബലത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ, അഥവാ മുസ്ലിമീങ്ങളും അവരെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ തുല്യരായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മികവ് നേടുമ്പോൾ മാത്രമേ ഈ തരത്തിലുള്ള എതിർപ്പുകളെയും വിമർശനങ്ങളെയും ഇസ്ലാം വിരുദ്ധ നിലപാടുകളെയും ഒക്കെ നേരിടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കണക്കുകൂട്ടലും ഒരു വിശ്വാസവും. അതങ്ങനെ വേണം എന്ന അഭിപ്രായമുള്ളവരിൽ തന്നെ, ഇസ്ലാമിക സംസ്കാരത്തിൽ അഭിമാനമുള്ളവരും ഇസ്ലാമിലൂടെ തന്നെ മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും ആയ ആളുകളെയും വിഭാഗങ്ങളെയും സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്കിതൊരു പ്രശ്നമല്ലല്ലോ. അവർക്ക് ഇസ്ലാം അവരുടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമല്ല. ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത് അത് മുറുകെ പിടിക്കേണ്ട ഒന്നായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഏത് കാറ്റനുസരിച്ച്, ഏത് കോളനുസരിച്ച് എങ്ങനെയാണോ നീങ്ങേണ്ടത് അതനുസരിച്ച് നീങ്ങിയാൽ മതി, അതിലൊന്നും അവർ കുഴപ്പം കാണുന്നില്ല. ആ വിഭാഗത്തെ സംബന്ധിച്ചല്ല. മുസ്ലിം സമൂഹത്തിൽ നിലകൊള്ളുകയും ഇസ്ലാമിൽ വിശ്വസിക്കുകയും ഇസ്ലാം തന്നെ വേണം, അതാണ് ശരി എന്ന് അംഗീകരിക്കുകയും മുസ്ലിമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ പോലും ഈ ഭൗതികമായ ചിന്തയിൽ കുടുങ്ങുകയും എല്ലാ കാര്യങ്ങളെയും
കാര്യങ്ങളെയും ഈ ഭൗതികമായ വീക്ഷണത്തിലൂടെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. ഭൗതികമായി ഇസ്ലാമിക സമൂഹവും മുസ്ലിം സമുദായവും ശക്തിയാർജിക്കുകയോ കഴിവുകൾ നേടുകയോ ചെയ്യേണ്ടതില്ല എന്ന് ആരും പറയുകയില്ല. അതാവശ്യമാണ്. പരിശുദ്ധ ഖുർആനും അതിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള ശക്തിയും കഴിവുകളും നിങ്ങൾ സമാഹരിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ അതിന്റെ അനുയായികളോട് പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി വേണം, സാമ്പത്തികമായിട്ടുള്ള പുരോഗതി വേണം, അതുപോലെ തന്നെ മറ്റ് കലാ സാഹിത്യ മേഖലകളിലുള്ള പുരോഗതികൾ വേണം. നിലവിലുള്ള ശാസ്ത്രത്തിന്റെയും അതുപോലെ സാങ്കേതിക വിദ്യയുടെയും ഒക്കെ ആ മേഖലയിലുള്ള പുരോഗതികൾ വേണം. അതുപോലെ തന്നെ സൈനിക ശക്തിയിലും ആയുധശേഷിയിലുമൊക്കെയുള്ള കഴിവുകൾ വേണം. ഇതൊക്കെ മുസ്ലിം സമൂഹങ്ങൾക്കും മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ആവശ്യമായ കാര്യമാണ്. അതൊന്നും തന്നെ വേണ്ട എന്നത് സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്ന, എല്ലാവർക്കും വേണ്ടതായ കാര്യങ്ങൾ മുസ്ലിം സമൂഹങ്ങൾക്കും ആവശ്യമാണ്. പക്ഷെ അത് മാത്രം അവലംബമാക്കുകയും അതിനപ്പുറത്തുള്ള മഹത്തായ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം, അതിപ്രധാനമായ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വിസ്മരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതാണ് ഈ ആയത്തുകളിലൂടെ സൂചിപ്പിക്കുന്നത്. നിലവിലുള്ള ഈ സാഹചര്യത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വഴികളും മുട്ടി എന്ന് തോന്നുകയും മുന്നോട്ട് പോകാനുള്ള എല്ലാം അടഞ്ഞു എന്ന് തോന്നുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അല്ലാഹു ഞങ്ങളെ കൈവെടിയുകയില്ല എന്ന ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക. അവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള, പ്രവർത്തിക്കാനുള്ള ഇസ്ലാമികമായി നിർദ്ദേശിച്ചു തന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ മുറുകെ പിടിക്കുക. അതിനോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷ അർപ്പിക്കുക. അല്ലാഹു നിങ്ങളെ സഹായിക്കും എന്നുള്ളതിൽ ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഇത് മറന്നുകൊണ്ട് ഭൗതികമായ കാര്യങ്ങളെ സംബന്ധിച്ചും ഭൗതികമായ കണക്കുകൂട്ടലുകളെ സംബന്ധിച്ചും മാത്രം ചിന്തിക്കുകയും അതിലൂടെ മാത്രമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു വീക്ഷണം നിലനിർത്തുകയും ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുക, ലോകത്തെ അല്ലാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയും ചുമതലയും. അത് പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വമാണ്. ആ പ്രവാചകന്മാർ ഈ സമുദായത്തെ ഏൽപ്പിച്ച അമാനത്താണ്. ഇത് നടക്കാതിരിക്കണം. ഇസ്ലാമിന്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് ലോകാടിസ്ഥാനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വളർച്ചയോ അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, ശ്രദ്ധയാകർഷിക്കുന്ന സ്വഭാവമോ ഇല്ലാതെയാവണം. നിലവില് നമുക്കറിയാം, മനുഷ്യ സമൂഹം അങ്ങേയറ്റം നിരാശയിലാണ്. മനുഷ്യ സമൂഹം അങ്ങേയറ്റം കൂരിരുട്ടിലുമാണ്. എങ്ങോട്ട് പോകണം, എങ്ങനെയാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്, സമൂഹങ്ങളും വ്യക്തികളും രാഷ്ട്രങ്ങളും ഒക്കെ ഏത് ദിശയിലൂടെയാണ് മുന്നോട്ട് പോവേണ്ടത്, ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കപ്പെടുന്ന എല്ലാ ചിന്താഗതികളും പരാജയത്തിലാണ്. അത് എങ്ങോട്ടും കൊണ്ടെത്തിക്കുകയില്ല. അത് ഞങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അപകടത്തിലേക്കാണ് എന്നുള്ള തിരിച്ചറിവും ലോകത്തിനുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രതീക്ഷകൾ നൽകിയിരുന്ന പല പ്രത്യയശാസ്ത്രങ്ങളും ദർശനങ്ങളും ഒക്കെ അത് കെട്ടടങ്ങിയിരിക്കുന്നു. അത് ശരിയാവുകയില്ല എന്നുള്ള രൂപത്തിൽ മനുഷ്യ സമൂഹം വലിച്ചെറിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം മനുഷ്യന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. എങ്ങോട്ട് പോകണം, എന്താണ് അതിനുള്ള വഴി, എന്താണ് ഇനിയുള്ള വഴി? അപ്പൊ ഈ രീതിയിൽ മനുഷ്യ സമൂഹത്തിന് മുഴുവൻ തന്നെ ഒരു പ്രശ്നം ഉത്ഭവിക്കുകയും ഈ പ്രശ്നത്തെ സംബന്ധിച്ചുള്ള ബോധ്യം അവർക്ക് ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഇവിടെയാണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇസ്ലാമിക നവോത്ഥാന സംരംഭങ്ങൾ വലിയ അളവിൽ നടന്നതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അതെന്താണ് എന്ന് വിലയിരുത്താനുമുള്ള ഒരു പ്രവണത ലോകാടിസ്ഥാനത്തിൽ തന്നെ ശക്തിപ്പെട്ടു വരികയും ചെയ്ത സാഹചര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങൾ, 20-ാം നൂറ്റാണ്ട് കാലത്തിന്റെ തുടക്കം മുതൽ ഏകദേശം ഒരു 40-കൾ മുതൽ ഉള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി ലോകത്തിന്റെ എല്ലാ ഭാഷകളിലും ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൃതികളും അതിനാവശ്യമായ വിഭവങ്ങളുമൊക്കെ പ്രചരിച്ചു കഴിഞ്ഞു.
ലോകത്ത് മുഴുവൻ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായ തോതിൽ നടന്നു. അത് കാരണത്താൽ പല രാഷ്ട്രങ്ങളിലെയും പല ഭാഷകൾ സംസാരിക്കുന്നവരും പല രൂപത്തിലും ചിന്തിക്കുന്നവരുമായ ആളുകൾക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കണം, പഠിക്കണം, എന്താണ് അത് എന്ന് ഗ്രഹിക്കണം എന്ന ഒരു ചിന്ത ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇസ്ലാമിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കാൻ സഹായകമാവുകയും പുതിയ പുതിയ പല ആളുകളെയും ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ അത് നിമിത്തമാവുകയും ചെയ്തത് നമുക്ക് കാണാം. പ്രജാഗരോഡിയെ പോലെ, അതുപോലെ തന്നെ ആ ഗ്രേഡിലുള്ള ആളുകൾ, അത്തരത്തിലുള്ള ഉന്നതന്മാരായ ചിന്തകന്മാരായ ആളുകൾ, അത്തരം ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ ഈ ഒരു സാഹചര്യത്തിന് സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഇസ്ലാമിലേക്കുള്ള ഒരു ഒഴുക്ക് അനുഭവപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന ആ അവസ്ഥ വന്നപ്പോഴാണ് ഇസ്ലാമിനെ കരിവാരിത്തേക്കാനും അതിന്റെ പ്രവർത്തനങ്ങളെ വികൃതമായിട്ട് ചിത്രീകരിക്കാനും നേരത്തെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ സ്വീകരിച്ച അതേ അടവുകൾ പ്രയോഗിച്ചുകൊണ്ട് ഈ ദീനിനെയും ഇതിന്റെ സമൂഹത്തെയും ഇതിന്റെ പ്രവാചകനെയും ഇതിന്റെ വേദഗ്രന്ഥത്തെയും ഒക്കെ വികൃതമായി കരിവാരിത്തേച്ചുകൊണ്ട് അവതരിപ്പിക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ആലോചിച്ചു നോക്കുക, അതിന് എല്ലാ വാർത്താ മാധ്യമങ്ങളെയും അവർ പ്രയോജനപ്പെടുത്തുന്നു. നിലവിലുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയും അതിനുള്ള സാധ്യതകളെയും അവർ പ്രയോജനപ്പെടുത്തുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നീചമായ കാർട്ടൂണുകൾ പ്രസിദ്ധീകരിക്കുന്നു. അത് യൂറോപ്പിലൊക്കെ വ്യാപകമായ തോതിൽ ചില പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അത് ഭീകരവാദികൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്ന ഒന്നാണ്, അത് നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റായ രീതിയിൽ ഖുർആനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് അത് ഭീകരവാദികളുടെയും അതുപോലെ തന്നെ രക്തം ചിന്തുന്നവരുടെയും ഒക്കെ ഒരു സമൂഹമാണ്, എന്തോ തരത്തിലുള്ള ഒരു ബാർബേറിയന്മാരുടെ വിഭാഗമാണ് എന്ന ഒരു സങ്കല്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരാണ് ഇവിടെ ലോകത്ത് നടക്കുന്ന എല്ലാ കൊലയുടെയും രക്തച്ചൊരിച്ചിലിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള പ്രചാരവേലകൾ അയച്ചുവിടുക. അതിനൊക്കെയുള്ള സമർത്ഥമായ ആസൂത്രിതമായ ശ്രമങ്ങൾ വളരെ വ്യാപകമായ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ രാജ്യത്തും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. വളരെ നിരപരാധികളായ ചെറിയ കുട്ടികളെ 18ഉം 19ഉം വയസ്സായ വിദ്യാർത്ഥികളൊക്കെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിടുകയും മർദ്ദിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും വെടിവെച്ചു കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഇപ്പോൾ വളരെ പരസ്യമായ തോതിൽ തന്നെ നടക്കുകയാണ്. അതിന്റെ എല്ലാ പരിധിയും വിട്ടതിന്റെ പേരിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന പല എഴുത്തുകാരും അതുപോലെ പത്രപ്രവർത്തകരും ഒക്കെ ഇതിനെതിരായിക്കൊണ്ട് രംഗത്ത് വരികയുന്ന സാഹചര്യം പോലും ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. വാർത്താ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള കഥകൾ വ്യാപകമായ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ കഥകൾ നമ്മുടെയും പത്രങ്ങൾ, നമ്മുടെ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളടക്കം വലിയ വെണ്ടക്കയിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ നേരം വെളുക്കുമ്പോൾ ഇതൊക്കെ വളരെ പുണ്യകരമായ സാധനങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ വരുത്തി വായിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചെറുപ്പത്തിൽ തന്നെ പിടിച്ച ഉഗ്ര ഭീകരവാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മലയാളത്തിലെ ഒരു പത്രം ഒരു വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ച് പ്രത്യേകമായ പെട്ടിക്കോളത്തിൽ വാർത്തകളൊക്കെ പ്രസിദ്ധീകരിച്ചത്. കാരണം അത് ഭീകരവാദിയാണ് അല്ലെങ്കിൽ കൊടും ഭീകരനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും അവർക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ശക്തമായ പ്രചാരവേലകൾ ഒരു വശത്ത് ഈ സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരും ഒരു തരത്തിൽ ആക്രമണത്തിന്റെ മുഖം ഈ സമുദായത്തിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു നിരാശയോടുകൂടിയിട്ട് ഇനി എന്ത് എന്നുള്ള ഒരു മനം മുട്ടുന്ന രീതിയിലുള്ള നിലപാട് അവർക്കുണ്ടാവാൻ പാടില്ല. ഏത് സാഹചര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട് എന്ന ഒരു വിശ്വാസം അവർക്ക് വേണം. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ. ശത്രുക്കൾ വന്നുകൊണ്ട് ആ ഗുഹാമുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഗുഹയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുക. അപ്പോ ശത്രുക്കളുടെ കാലുകളാണ് ഈ ഗുഹയുടെ മുഖത്ത് കാണുന്നത്.
അവരൊന്ന് കീഴ്പ്പെട്ട് നോക്കിയാൽ നമ്മളെ കണ്ടല്ലോ, ഇനി രക്ഷയില്ല എന്നുള്ള രൂപത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേജാറായി. ഇനി പ്രവാചകനെ പിടിച്ചുകൊണ്ടുപോകുമല്ലോ എന്നുള്ളതിലാണ് അദ്ദേഹത്തിന്റെ പ്രയാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുക, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, നീ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഒരു വിശ്വാസവും അള്ളാഹുവിന്റെ സഹായമുണ്ടാകും എന്നുള്ള ഒരു മനക്കരുത്തും നമുക്ക് പ്രചോദനമാവുക. അതോടൊപ്പം തന്നെ അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതകളെ ശരിയാം വിധം നിർവഹിക്കുന്നതിൽ നമ്മൾ വീഴ്ച വരുത്തുകയും ചെയ്യരുത്. അള്ളാഹു നിരോധിച്ച കാര്യങ്ങളോ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളോ ഒരിക്കലും നമ്മൾ പിന്തുടരാനും പാടില്ല. അള്ളാഹുവിന്റെ ദീനിനെ ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഈ പറഞ്ഞു കൊടുക്കുന്നത് അതിൽ ഒരിക്കലും തന്നെ പ്രലോഭനങ്ങളുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ നിർബന്ധ മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചാരവേലകളുണ്ടല്ലോ, അതൊക്കെ തികച്ചും യുക്തിഹീനമായ ബുദ്ധിശൂന്യമായ ആരോപണങ്ങളാണ്. നിർബന്ധിച്ചുകൊണ്ട് ആരെയും മതപരിവർത്തനം ചെയ്യിക്കാൻ സാധിക്കുകയില്ല. മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവന്റെ മനസ്സിൽ ഒരു വിശ്വാസം ഉൾക്കൊള്ളുകയും അതാണ് ശരി എന്ന് അവന് ബോധ്യം വരികയും ചെയ്യുമ്പോൾ അവൻ സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ്. അത് ആരുണ്ടായിരുന്നാലും ശരി, എന്ത് വിലക്കുകൾ ഉണ്ടായിരുന്നാലും ശരി, അയാൾ അത് കൊണ്ടു നടക്കുകയും ചെയ്യും. ഫിറഔനിന്റെ കൊട്ടാരത്തിലാണല്ലോ ഒരു മനുഷ്യൻ, വഖാല റജുലുൻ മുഅ്മിനുൻ യക്തുമു ഈമാനഹു, ഈമാൻ മറച്ചു വെച്ചുകൊണ്ട് ഫറോവയുടെ കൊട്ടാരത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ ഈ ഫിറഔനിന്റെ കൊട്ടാരത്തിൽ ജനിച്ചു വളർന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പൊ അതാർക്കും തടയിടാൻ സാധ്യമല്ല, അത് അതിന്റെ വഴിക്ക് നടക്കും. നാം നമ്മുടേതായ ബാധ്യതകളും ചുമതലകളും ഒക്കെ യഥോചിതം നിർവഹിക്കുകയും അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യാൻ സന്നദ്ധരാവുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്തുണയും അവന്റേതായ സഹായവും വിശ്വാസി സമൂഹത്തിന് ഉണ്ടാകും. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രീതിയും മുസ്ലിം സമൂഹത്തിന് എക്കാലത്തും സ്വീകരിക്കാനുള്ള രീതിയും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു ഇലൈഹി ഉനീബ്. അയ്യുഹൻ നാസ് ഊസികും ഇബാദല്ലാഹി ബിതഖ്വല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.